സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഒരു ദിവസം കൊണ്ട് നിലമ്പൂരിന്റെ സ്പന്ദനമായി എം സ്വരാജ് മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സ്വരാജിന്റെ അസാമാന്യമായ ജനസ്വാധീനം കണ്ട അങ്കലാപ്പിലായ UDF കള്ളക്കഥകളുമായി രംഗത്ത് വരികയാണ്. വിവരങ്ങളുമായി ഷമി പ്രഭാകർ നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഷമി, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി ഇന്നലെ നിലമ്പൂരിലെത്തിയ എം സ്വരാജിന് ആവേശോജ്വലമായ വരവേൽപ്പാണ് നിലമ്പൂരിൽ ലഭിച്ചത്. തുടർന്ന് നടന്ന റോഡ് ഷോയിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തെ കാണാനായിട്ട് ആയിരങ്ങളാണ് വന്നു നിന്നത്. അതിലൂടെ തന്നെ മനസ്സിലാക്കാം എം സ്വരാജ് എന്താണ് നിലമ്പൂരിനെന്ന്. തീർച്ചയായും ആര്യ, രണ്ട് രാഷ്ട്രീയം, ഇടത് രാഷ്ട്രീയവും അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയവും എന്താണെന്ന് കേരളത്തിലെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഒരു പ്രതികരണം, എത്രമാത്രം പക്വതയില്ലാത്ത രീതിയിലാണ് അവർ ഓരോ വിഷയങ്ങളെയും കാണുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ OLXൻ്റെ ഒരു പരസ്യമിട്ടിട്ട് ഇടതുപക്ഷത്തെ ആക്ഷേപിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ നേതാക്കന്മാരും, യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ, അതുപോലെ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ LDFൻ്റെ സ്ഥാനാർത്ഥി വന്നോ എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഓഫീസിന് മുന്നിലൂടെ കടന്നു പോകരുതേ, നിങ്ങളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും എന്ന് പറയുകയാണ്. നേരത്തെ തന്നെ LDF പ്രഖ്യാപിച്ചതാണ് 30-ാം തീയതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം. പക്ഷേ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മര്യാദ പോലുമില്ലാതെ വളരെ അപക്വമായി, ബാലിശമായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം, കേരളത്തിലെ UDF രാഷ്ട്രീയം മാറുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ച് അധികാരമേൽപ്പിക്കുക എന്നൊരു വലിയ ചോദ്യം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതേസമയം തന്നെ ഇടതുപക്ഷം എന്താണ് മുന്നോട്ട് വെക്കുന്നത്? ഇടതുപക്ഷത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്, ഇടതുപക്ഷത്തിന് ഒരു വികസന കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഇന്ന കാരണങ്ങളാൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. അതിന് ഏറ്റവും ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള സമയം LDF എടുത്തു. 1, 2, 3, 4 പേരുകൾ ചിലപ്പോൾ ഉയർന്നു വരാം. അതിലേറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ആരാണ് എന്ന് കണ്ടെത്തുകയും ആ ആളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നിലമ്പൂരിൻ്റെ മണ്ണിൽ ജനിച്ച് വളർന്ന് ഇവിടെ പഠിച്ച് ഇവിടെ ഉന്നത വിദ്യാഭ്യാസം അടക്കം പൂർത്തിയാക്കി ഇവിടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് SFIയുടെയും DYFIയുടെയും സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് ഉയർന്നു വന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തുടരുന്ന എം സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നതോടുകൂടി UDF അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പിലായിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സ്വരാജിൻ്റെ പാർട്ടിയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, അതിൻ്റെ അകത്ത് ആർക്കെങ്കിലുമൊക്കെ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ തൻ്റെ നിലപാട്, തൻ്റെ പാർട്ടിയുടെ നിലപാട് അത് ഉയർത്തിപ്പിടിക്കാനും അത് ഉച്ചത്തിൽ പറയാനും സ്വരാജിന് ഒരു കാലത്തും മടിയുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഒരു താരതമ്യം ഈ കാര്യത്തിലും ഉണ്ടാവണം. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെയോ കേരളത്തിലെ കോൺഗ്രസിൻ്റെയോ UDFൻ്റെ യുവജന നേതാക്കളുടെയോ ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്നും എടുത്ത് കേരളത്തിലെ ജനത പരിശോധിക്കണം. കേരളവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യൻ്റെ, പിണറായി വിജയനെ ചീത്ത വിളിക്കുക എന്ന ഒരു അജണ്ട മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഇവിടുത്തെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ MSFും അതുപോലെ തന്നെ യൂത്ത് ലീഗും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെയും സ്വരാജിനെയും ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തും. ഗസയിലായാലും മറ്റേത് മേഖലയിലായാലും സാധാരണപ്പെട്ട മനുഷ്യൻ്റെ വേദന തൻ്റെ വേദനയായി, തൻ്റെ ഹൃദയത്തിൻ്റെ വേദനയായി മാറുന്ന ഒരു വ്യക്തിയാണ് സ്വരാജ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ നിലപാടുകൾ ദേശീയപരമായ അല്ലെങ്കിൽ അന്തർദേശീയമായോ ഉള്ള ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു പറ്റം യുവജന നേതാക്കൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ, രാജ്യത്തിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ, നിലമ്പൂരിൻ്റെ ഹൃദയവേദന ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മറ്റൊരു ലീഡർഷിപ്പ് ഇപ്പുറത്തും നിൽക്കുന്നു. ഇതിലേത് വേണം എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവിടെയാണ് അപക്വമായ നിലപാടുകളില്ലാത്ത, യാതൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുമില്ലാത്ത, എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ കയറണം, പിന്നീട് അതുകൊണ്ട് കുറച്ചു കാലം ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു ഭാഗത്ത്, മറിച്ച് ഈ നാടിൻ്റെ രാഷ്ട്രീയം, ഈ നാടിൻ്റെ വികസനം, ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനം, അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി നവംബർ 1-ാം തീയതി കേരളം മാറാൻ പോവുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി ഉണ്ടായിട്ടുള്ള വികസനം, റോഡിൻ്റെ മാറ്റം, ദേശീയപാതയുടെ വരവ്, ഗെയിൽ പൈപ്പ് ലൈൻ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എണ്ണമറ്റ വികസന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട്, വികസന നാഴികക്കല്ലുകൾ പിന്നിട്ടുകൊണ്ട്
കേരളത്തിലെ പിണറായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഈ പറയുന്ന അപക്വമായ ഒരു നിലപാടില്ലാത്ത UDF അവരുടെ യഥാർത്ഥ മുഖം പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത്. അപ്പോൾ സ്വരാജിനെ നേരിടാൻ അവർക്ക് കഴിയുന്നില്ല. ഇന്നലെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സ്വരാജിനെ സ്വീകരിക്കാൻ ഓടിക്കൂടിയ മനുഷ്യർ ഒറ്റയ്ക്ക് രാവിലെ മുതൽ തന്നെ നമ്മൾ അവിടെ എത്തുകയാണ്. ഒരു 9 മണി മുതൽ തന്നെ ആൾക്കാർ ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് വരുന്നുണ്ട്, പിന്നീട് ചെറുകൂട്ടമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ആഹ്വാനം ഉണ്ടായിട്ടൊന്നുമല്ല, പാർട്ടി പ്രവർത്തകരെത്തണം എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെയല്ല അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു 10,000-കണക്കിന് മനുഷ്യർ അവിടേക്ക് എത്തുകയാണ്. പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ നിലമ്പൂർ ടൗണിലേക്ക് കൊണ്ടുവരുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും വളരെ സാധാരണപ്പെട്ട മനുഷ്യർ, പ്രത്യേകിച്ച് യുവജനങ്ങൾ വളരെയധികം ഇങ്ങനെ നിരന്നു നിന്ന് സ്വരാജിനെ വീക്ഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അവർക്ക് പ്രത്യക്ഷമായ വലിയ രാഷ്ട്രീയമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവർ സ്വരാജിനെ കാണാനായി അവിടെ നിൽക്കുകയാണ്. സ്വരാജിനോട് അവരുടെ മുഖത്തുള്ള ഒരു ഐക്യദാർഢ്യം നമുക്ക് അവരുടെ മുഖങ്ങളിൽ നിന്ന്, അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ സാധാരണ മനുഷ്യരിലേക്ക്, ഈ നാട്ടിലെ മതേതര ബോധ്യമുള്ള ആൾക്കാരുടെ ഹൃദയത്തിലേക്കാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നിട്ടുള്ളത് എന്നാണ്. അവിടെയാണ് UDF ആകെ അങ്കലാപ്പിലായി പോയത്. എവിടെയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി, എവിടെയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് വെല്ലുവിളിച്ച് നടന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഓട്ടത്തിലാണ്. മറ്റേ എലി ഓടുന്നത് പോലെ, പുകയ്ക്കപ്പെട്ട എലി ഓടുന്നത് പോലെ ഓടുകയാണ്. അൻവറിൻ്റെ വീട്ടിലേക്ക് പാതിരാത്രി ചെന്ന് കയറി രക്ഷിക്കണമെന്ന് പറയേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ ചില പ്രമുഖ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പോകുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അവരാണ് പകലിറങ്ങി വെല്ലുവിളിക്കുന്നത്. MP ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കട്ടെ, പിണറായി വിജയൻ മത്സരിക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാരാണ് അൻവറിൻ്റെ വീട്ടിൽ പോയി നാണമില്ലാതെ കാല് പിടിക്കുന്ന എന്നൊരവസ്ഥ കൂടിയുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ, രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഏട് തന്നെയായിരിക്കും നിലമ്പൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ പാടില്ല. BJP എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ത് നിലപാട് നിലമ്പൂരിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 9 വർഷവും അവർ പലതരത്തിൽ പിണറായി സർക്കാരിനെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. എന്ത് പറഞ്ഞാലും പിണറായിയെ ആക്ഷേപിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരേ ഒരു അജണ്ട. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ തയ്യാറാകുന്നില്ല എന്ന വലിയ ചോദ്യം നിൽക്കുകയാണ്. BDJSൻ്റെ കാല് പിടിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് മത്സരിക്കൂ BDJS, നിങ്ങളൊന്ന് മത്സരിക്കൂ എന്ന് പറഞ്ഞ്. കാരണം BDJSന് ഇവിടെ 2016 ഏതാണ്ട് 12,000-ലധികം വോട്ട് കിട്ടിയിരുന്നു. പക്ഷേ 2021 BJP മത്സരിച്ചപ്പോൾ ആ വോട്ട് 8,000 വോട്ടായി കുറയുന്ന ഒരു കാഴ്ചയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തങ്ങളുടെ ശക്തിയിലോ തങ്ങളുടെ രാഷ്ട്രീയത്തിലോ തങ്ങളുടെ നിലപാടിലോ ഒരു ഉറപ്പുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP കേരളത്തിൽ മാറുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയായി നിലമ്പൂരിലെ രാഷ്ട്രീയം മാറുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലേക്ക് കൂടുതൽ പ്രചണ്ഡമായ വ്യാജ പ്രചാരണങ്ങളിലേക്ക് UDF പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ കവളപ്പാറയിൽ ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ UDF കൊണ്ടുവന്നു. PV അൻവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, പാലസ്തീനിലെ വിഷയത്തെക്കുറിച്ച് സ്വരാജ് പ്രതികരിക്കും, പക്ഷേ കവളപ്പാറയിലെ ദുരന്തത്തെക്കുറിച്ച്, നിലമ്പൂരിൻ്റെ വിഷയത്തെക്കുറിച്ച് സ്വരാജ് പ്രതികരിക്കില്ല എന്ന്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട സ്വരാജിനോടൊപ്പം PV അൻവർ പോകുന്ന ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് അൻവറിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളും പുറത്തു വന്നു. എത്രയോ പ്രാവശ്യം സ്വരാജ് കവളപ്പാറയിലെത്തി അവിടുത്തെ ജനങ്ങളുടെ ദുരിതത്തിൻ്റെ ഭാഗമായി അവരെ സാന്ത്വനിപ്പിച്ചു, അവർക്ക് സഹായം നൽകി. എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറയുക, കള്ളം മാത്രം പറഞ്ഞ് ശീലിച്ച ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ കാണേണ്ടി വരും ആര്യ. കാരണം പക്ഷേ ഇപ്പോൾ ഈ ആധുനിക കാലത്ത് എല്ലാത്തിനും തെളിവുള്ളതുകൊണ്ട് വളരെ കൃത്യമായി ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്യാനും കഴിയും. എന്നാൽ പോലും കുറച്ച് സാധാരണപ്പെട്ട മനുഷ്യർ ഇത്തരം തെറ്റായ പ്രചരണങ്ങളിൽ വീണുപോകും എന്നുള്ളതാണ്. മറ്റൊരു കള്ളപ്രചരണം, ഇന്നലെ സ്വരാജ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അദ്ദേഹം ഇരുന്ന ആ ഒരു സീറ്റിൻ്റെ ജനൽ കമ്പി ഇളക്കി മാറ്റി എന്നൊരു പ്രചരണമാണ് ഇന്നലെ ചില ആൾക്കാർ നടത്തിയത്. അത് എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്ന എല്ലാ റെയിൽവേയുടെ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഉള്ളതാണ്. അതിൻ്റെ ഗ്രില്ല് പൊക്കി വെക്കാൻ കഴിയുന്നതാണ്. അവിടെയാണ് സ്വരാജ് ഇരുന്നത്. ആ ഗ്രില്ല് ഇളക്കി മാറ്റി എന്ന പ്രചരണം നടത്തുന്നു. ഞങ്ങൾ റെയിൽവേക്ക് പരാതി കൊടുക്കാൻ പോകുന്നു എന്നുള്ള പ്രചരണം നടത്തുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രില്ല് പൊക്കി വെക്കാൻ കഴിയും. അപ്പോൾ ഫ്രീ ആയിട്ട് അതിൽ കൂടി ആൾക്കാർക്ക് ഒരു എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് വരാം. അതുപോലും മറച്ചു വെച്ചുകൊണ്ട് കള്ളപ്രചരണങ്ങളുടെ ഒരു കൂമ്പാരം ഇവിടെ അഴിച്ചു വിടുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 3 മണിക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വളരെ കൃത്യമായ രാഷ്ട്രീയ മറുപടി
അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നൽകും. വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രി ഇവിടുത്തെ ഓരോ പഞ്ചായത്തുകളിലും പ്രചരണത്തിന് എത്തും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മന്ത്രിമാരും അതുപോലെ തന്നെ CPIM-ന്റെ വിജയരാഘവൻ, പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്നലെ തന്നെ ഇവിടെ എത്തി. നേരത്തെ മുതൽ തന്നെ അവർക്ക് ഇവിടുത്തെ ചുമതലയുണ്ട്. അങ്ങനെ വളരെ ചിട്ടയായ രീതിയിൽ ഉള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്നു. ഈ നാട്ടിലെ സാധാരണപ്പെട്ട മതനിരപേക്ഷ ബോധ്യമുള്ള നിഷ്പക്ഷരായ മനുഷ്യരുടെ ഒരു വലിയ പിന്തുണ സ്വരാജിന് കിട്ടുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുമായി നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ആര്യ.